ഹലോ ഗായ്സ്, കുറച്ചധികം കാലമായില്ല കണ്ടിട്ട്. പേടിക്കണ്ട, വന്ന് ഞാൻ വീണ്ടും വെറുപ്പിക്കേ. എന്തായാലും ഒട്ടുമിക്ക എല്ലാവരും നമ്മുടെ മാർവൽ സോംബീസിൻ്റെ ട്രെയിലർ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് പോയി കണ്ടിട്ട് വന്നിട്ട് ഈ വീഡിയോ കാണുന്നത് വളരെ നല്ലതായിരിക്കും. ഇനി ഈ സംഭവം എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി പറയാണ്, മാർവൽ വാട്ട് ഇഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അനിമേറ്റഡ് സീരീസ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പോൾ 3 സീസൺസ് എങ്ങാണ്ട് അതിൻ്റെ കഴിഞ്ഞു. പക്ഷേ ഫസ്റ്റ് സീസൺ ഇറങ്ങിയപ്പോൾ 3-ാമത്തെയോ 4-ാമത്തെയോ എപ്പിസോഡിലാണ് വാട്ട് ഇഫ് മാർവൽ സോംബീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എപ്പിസോഡ് ഇറക്കിയത്. അതായത് നമ്മുടെ മാർവൽ ഹീറോസൊക്കെ സോംബീസായി മാറിക്കഴിഞ്ഞാൽ ഒരു യൂണിവേഴ്സ് എങ്ങനെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എപ്പിസോഡ്. ആ ഒരു എപ്പിസോഡ് ഇറങ്ങിയപ്പോൾ തന്നെ മൊത്തം വാട്ട് ഇഫിനേക്കാളും അഭിപ്രായം വന്നത് തന്നെ ആ ഒരു എപ്പിസോഡിനാണ്. അതായത് ഈ മാർവൽ സോംബീസ് ഇനി എക്സ്പാൻഡ് ചെയ്യണം, ഇനി ആ സ്റ്റോറീസ് ആ യൂണിവേഴ്സിൽ നടക്കുന്ന സ്റ്റോറീസൊക്കെ എല്ലാവർക്കും അറിയാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഫാൻസ് പറഞ്ഞതുകൊണ്ട് തന്നെ മാർവൽ അത് കേട്ടു. അതുകൊണ്ട് തന്നെ മാർവൽ സോംബീസിനെ സെപ്പറേറ്റ് ആയിട്ട് ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് ഒരു സീരീസ് തന്നെ ഇപ്പോൾ ഇറക്കാൻ വേണ്ടി പോവാണ്. ഓൾറെഡി 1 വർഷം 1.5 വർഷം മുമ്പെങ്ങാണ്ട് കോമിക്കോണിൽ അനൗൺസ് ചെയ്ത് കഴിഞ്ഞാണ് ഇപ്പോഴാണ് അത് ഇറങ്ങാൻ വേണ്ടി പോകുന്നത്, ഈ സെപ്റ്റംബർ 25-ന്. സോ ആ ട്രെയിലറിൽ എന്തൊക്കെയാണ് കാണിച്ചിരിക്കുന്നത്, ഇതെങ്ങനെയാണ് ആ എപ്പിസോഡായിട്ട് കണക്ട് ആവുന്നത്, എന്തിനെ നോക്കിയായിരിക്കും ഈ സ്റ്റോറി പോകാൻ പോകുന്നതെന്നൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ വേണ്ടി പോകുന്നത്. ആക്ച്വലി ഈ ട്രെയിലർ തുടങ്ങുമ്പോൾ തന്നെ റേറ്റിംഗ് ഇട്ടിട്ടാണ്, TVMA എന്ന് പറഞ്ഞിട്ട് TV മെച്ചോർഡ് ആണെന്ന് പറഞ്ഞിട്ടാണ് ഈ ട്രെയിലർ തന്നെ തുടങ്ങുന്നത്. അതായത് ഇത് ഫുൾ ആൻഡ് ഫുൾ R-rated കണ്ടന്റാണ്. അതായത് ഈ രക്തം പറക്കെ തെറിക്കുന്നുണ്ട് ട്രെയിലറിൽ തന്നെ. അപ്പോൾ ഈ സീരീസിൽ എങ്ങനെയായിരിക്കും? ഫസ്റ്റ് തന്നെ ഒരു മൊട്ടത്തലൻ സോംബി നടന്നു വന്നുകൊണ്ടിരിക്കുമ്പോൾ പുള്ളിയുടെ തലയിൽ കൂടെ തന്നെ ഒരു അമ്പ് ചുരുങ്ങി കയറുന്ന പോലെ കാണിച്ചിട്ടുണ്ടാവും. ആദ്യം അത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കാതെ ഹോക്കോയ് ആണെന്നാണ്. പക്ഷേ ആ ഹോക്കോയ് ആ ഫസ്റ്റ് എപ്പിസോഡ് തന്നെ ആ മാർവൽ സോംബീസിൻ്റെ ഇതിൽ സോംബിയായി മാറിയിട്ടുണ്ടാവും. ഹോക്കോയ് മാത്രമല്ല, മൊത്തം നമ്മുടെ അവഞ്ചേഴ്സ് തന്നെ സോംബീസായി മാറിയിട്ടുണ്ടാവും. അതിൽ നമ്മുടെ തോർ മാത്രം ഉണ്ടായിട്ടുണ്ടാവില്ല. കാരണം ഇത് നമ്മുടെ ഹാങ് പിങ്ങിൻ്റെ ആൻമാൻ ആൻഡ് ദ വാസ്പും നമ്മുടെ ഇൻഫിനിറ്റി വാറിനും നടുവിൽ നടക്കുന്ന ആ സ്റ്റോറി. ആ കോണ്ടർമെല്ലത്തിൻ്റെ ഉള്ളിൽ ഹാങ് പിങ് പോയിട്ടാണ് ഈ വൈറസ് ഭൂമിയിലേക്ക് തന്നെ കാലമാടം കൊണ്ടുവരുന്നത്. അങ്ങനെയാണ് ഈ വൈറസ് ഭൂമി സ്പ്രെഡ് ആവുന്നത്. ആ ടൈമിലൊക്കെ തോർ ആസ്ഗാർഡിലായിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക. പുള്ളി റാഗ്നറോക്ക് അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ അതുകൊണ്ടായിരിക്കും ആ ടൈമിൽ തോർ ഇല്ലാത്തതും തോർ ചിലപ്പോൾ സോംബിയായി മാറാത്തതും. ഇനി തോറിന് സോംബി ആവാൻ പറ്റുമെന്ന് അറിയില്ല, അത് നമുക്ക് ഈ സീരീസ് കാണുമ്പോൾ ചിലപ്പോൾ അറിയായിരിക്കും. കോമിക്കിൽ നോക്കുകയാണെങ്കിൽ തോർ സോംബി ആവും. കാരണം സോംബി ആയിട്ട് നമ്മൾ തന്നെ ഓൾറെഡി മാർവൽ സോംബീസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കോമിക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഐ ബട്ടണിൽ അതിൻ്റെ പ്ലേലിസ്റ്റ് കൊടുത്തേക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ പ്ലേലിസ്റ്റ് ഉണ്ടാവും. പിന്നെ ഇതിൽ നമുക്ക് അറിയാത്ത വേറൊരു ക്യാരക്ടറും കൂടിയുണ്ട്, ഹൾക്ക്. അതായത് ആ എപ്പിസോഡിൻ്റെ എൻഡിൽ നമ്മുടെ ഹൾക്ക് ആ സോംബീസിനൊക്കെ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഡയറക്റ്റായിട്ട് ഹൾക്കായി മാറിയിട്ട് സ്കാർലറ്റ് വിച്ചുമായിട്ട് ഒരു ഫൈറ്റിന് പോകുന്നുണ്ട്. ആ ഫൈറ്റിൻ്റെ എൻഡ് എന്തായെന്നും കാണിച്ചിട്ടുണ്ടാവില്ല, പിന്നെ നമ്മുടെ ഹൾക്കിന് എന്താ പറ്റിയെന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല. സോ ചിലപ്പോൾ ഹൾക്കും ചിലപ്പോൾ സോംബിയായിട്ട് മാറിയിട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട്. കാരണം ഈ ഒരു ട്രെയിലറിൽ തന്നെ ഒരു ഷോട്ടിൽ അബോമിനേഷൻ സോംബിയായിട്ട് മാറിയിട്ടുള്ള പോലെ കാണിച്ചിട്ടുണ്ട്. സോ അബോമിനേഷന് സോംബി ആവാമെങ്കിൽ എന്തുകൊണ്ട് ഹൾക്കിനാവാൻ പറ്റില്ല? പിന്നെ സ്കാർലറ്റ് വിച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മെയിനായിട്ട് ഈ സീരീസിൻ്റെ വില്ലത്തിയായിട്ട് വരാൻ വേണ്ടി പോകുന്ന തന്നെ നമ്മുടെ സ്കാർലറ്റ് വിച്ചാണ്. കാരണം ട്രെയിലറിൽ തന്നെ ഒരുപാട് ഷോട്ടുകളിൽ ഈ സോംബീസിൻ്റെ ഒക്കെ കണ്ണിൽ ചുവപ്പ് കളർ LED ലൈറ്റ് കത്തുന്ന പോലെ ചുവപ്പ് കളർ ഇങ്ങനെ ജ്വലിച്ച് നിൽക്കുന്ന പോലെ കാണിച്ചിട്ടുണ്ടാവും. അത് ആക്ച്വലി നമ്മുടെ ഈ സ്കാർലറ്റ് വിച്ച് ആയിട്ടുള്ള ഈ സോംബി വാണ്ട കൺട്രോൾ ചെയ്യുന്നതാണ് അവരെയൊക്കെ. ഇനി നമുക്ക് ആ ട്രെയിലറിലേക്ക് വരാം. ഇനി ആ അമ്പ് വിട്ടത് ഹോക്കോയ് അല്ലാതെ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ആരുമില്ല, കേറ്റ് ബിഷപ്പാണ്. ഏതാണോ ഒറിജിനൽ ആക്ടർ കേറ്റ് ബിഷപ്പായിട്ട് ലൈവ് ആക്ഷനിൽ ചെയ്തിട്ടുള്ളത് ആ ആക്ട്രസ് തന്നെയാണ് ഈ ഒരു അനിമേഷനിലും ഈ ഒരു ക്യാരക്ടറിന് വോയിസ് ഓവർ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ കേറ്റ് ബിഷപ്പിന് വേണ്ടി മാത്രമല്ല, മാർവൽ MCUവിൽ ഒറിജിനൽ ആയിട്ടുള്ള ചില ക്യാരക്ടേഴ്സിൻ്റെ വോയിസ് ഓവർ കൊടുത്തിട്ടുള്ള ആ ക്യാരക്ടേഴ്സ് തന്നെയാണ് ഡയറക്റ്റായിട്ട് ഈ ഒരു അനിമേഷനും വോയിസ് ഓവർ കൊടുത്തിരിക്കുന്നത്. അതാരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എലിസബത്ത് ഓൾസൺ, പോൾ റെഡ്, നമ്മുടെ എലീന ബെരഡ ചേച്ചി, പിന്നെ ഡേവിഡ് ഹാർബർ, ടെസ തോംസൺ, ഷാമുലി, നമ്മുടെ ഷാങ്ചിയൊക്കെ, അങ്ങനെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ലിസ്റ്റ് കൂടും, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഇതേപോലെ ഒറിജിനൽ MCU ക്യാരക്ടേഴ്സ് മാത്രമല്ല, പിന്നെ ഇതിലുള്ള ചില ക്യാരക്ടേഴ്സ് ഉണ്ട്. അതായത് നമ്മുടെ സ്പൈഡർമാൻ, ബ്ലേഡ്, ഇതേപോലെയുള്ള ക്യാരക്ടേഴ്സിനൊക്കെ ഒറിജിനൽ ആക്ടേഴ്സ് അല്ല കൊടുത്തിരിക്കുന്നത്. അതായത് സ്പൈഡർമാൻ നമ്മുടെ ടോം ഹോളണ്ട് അല്ല വോയിസ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ബ്ലേഡിന് നമ്മുടെ മഹേശ്വരി അലി അല്ല വോയിസ് ചെയ്തിരിക്കുന്നത്. ഈ വേറെ ആൾക്കാരെ വെച്ചിട്ട് അവരുടെ വോയിസ് മിമിക് ചെയ്തിരിക്കുകയാണ് ഇതിൽ. ഈ ഫസ്റ്റ് എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മുടെ ന്യൂയോർക്കിൽ ഈ സ്റ്റോറി നടക്കുന്ന പോലെ ആയിരിക്കും കാണിച്ചിട്ടുണ്ടാവുക. പക്ഷേ ഇതിൻ്റെ തുടക്കത്തിൽ ചിലപ്പോൾ ഈ സീരീസ് തുടങ്ങുമ്പോൾ സാൻ ഫ്രാൻസിസ്കോയിൽ എങ്ങനെ ഈ സോംബി വൈറസ് സ്പ്രെഡ് ആവുന്നുള്ളത് ചിലപ്പോൾ ഒരു മോണ്ടേജ് പോലെ കാണിക്കാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ സ്പൈഡർമാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടല്ലോ ആ വാട്ട് ഇഫിൻ്റെ എപ്പിസോഡിൽ, അതേപോലെ ഒരു സംഭവം ഇതിൽ വരാൻ കാണിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം നമ്മുടെ ഷാങ്ചി ഉള്ളത് സാൻ ഫ്രാൻസിസ്കോയിലാണ്. ഈ ട്രെയിലറിൽ തന്നെ ഒരു ഷോട്ടിൽ നമ്മുടെ സാൻ ഫ്രാൻസിസ്കോയിൽ ഷാങ്ചി ഓടുന്ന പോലൊരു സീനുണ്ട്. ചിലപ്പോൾ അത് ഇതായിരിക്കാൻ ചാൻസ് ഉണ്ടല്ലോ. പിന്നെ കഴിഞ്ഞ സീസണിൽ സർവൈവ് ആയിട്ടുള്ള നമ്മുടെ ബ്ലാക്ക് പാന്തർ, സ്പൈഡർമാൻ, പിന്നെ നമ്മുടെ ആൻമാനും കാണിച്ചിട്ടുണ്ടാവും. അതായത് കഴിഞ്ഞ ആ സീസണിൽ ആ എപ്പിസോഡ് എൻഡായിട്ടുള്ള തന്നെ ഒരു ക്ലിഫ് ഹാങ്ങറിലായിരിക്കും. അതായത് വിഷൻ്റെ കയ്യിൽ നിന്ന് ആ മൈൻഡ് സ്റ്റോൺ ആണ് ഈ സോംബീസിനൊക്കെ ക്യൂർ ചെയ്യാനുള്ള ഒരു സംഭവം, കൺട്രോൾ ചെയ്യാനുള്ള ഒരു സംഭവം എന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മുടെ ബ്ലാക്ക് പാന്തർ വക്കാണ്ടയിലേക്ക് പോകുന്നത്. പക്ഷേ ആ വക്കാണ്ടയിൽ ഓൾറെഡി 5 ഇൻഫിനിറ്റി സ്റ്റോൺസുമായിട്ട് സോംബിയായി മാറിയിട്ട് നമ്മുടെ താനോസണ്ണനും പുള്ളിയുടെ ആർമി നിൽക്കുന്നുണ്ടാവും. അവിടേക്കാണ് ഇവർ ഈ സ്റ്റോണും കൊണ്ട് പോകുന്നത്. അവിടെ ആയിരിക്കും ഒരു ക്ലിഫ് ഹാങ്കറിൽ ആ എപ്പിസോഡ് എൻഡായിട്ടുണ്ടാവുക. അതിൻ്റെ ഒരു കണ്ടിന്യൂഷനും ചിലപ്പോൾ ഇതിൽ കാണിക്കുക. പിന്നെ ഇതിൽ ഒരു കൺഫേംഡ് ആയിട്ടുള്ള ഒരു കാസ്റ്റാണ് നമ്മുടെ വാൽക്കരി മാത്രമല്ല, നമ്മുടെ തോറും എൻട്രി ആവുന്ന പോലെ ഒരു സീനുണ്ട്.
സോ ആസ്ഗാർഡിലും ഈ സോംബി വൈറസ് എത്തിയോ എന്നുള്ളത് അറിയില്ല. ചിലപ്പോൾ മിഡ്ഗാർഡിൽ മാത്രമാണോ യൂണിവേഴ്സ് മൊത്തം സ്പ്രെഡ് ആയോ എന്ന് അറിയില്ല. എന്തായാലും മൊത്തം ആ വാണ്ടയുടെ ആർമി നിൽക്കുമ്പോൾ അവരുടെ മുമ്പിൽ സൂപ്പർ ഹീറോ ലാൻഡിംഗ് ആയിട്ട് മാസമായിട്ട് ഇറങ്ങുന്ന വേറെ ആരുമല്ല, നമ്മുടെ തോർ തന്നെയാണ്. ഈ പഹ എവിടെ വന്നാലും മാസമാണല്ലോ. പിന്നെ ഒരു ഷോട്ടിൽ നമ്മുടെ ഹൊക്കോയ് അബോമിനേഷൻ നമ്മുടെ ഹൊക്കോയിനൊക്കെ കാണിക്കുന്ന ഒരു ടൈമിൽ പെട്ടെന്ന് നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്കയുടെ ഒരു മണ്ട മാത്രം കാണാം. ആക്ച്വലി അത് ക്യാപ്റ്റൻ അമേരിക്കയുടെ പകുതി ബോഡി മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ എപ്പിസോഡിൽ ക്യാപ്റ്റൻ അമേരിക്കയുടെ ആ ഷീൽഡ് വെച്ചിട്ട് തന്നെ നമ്മുടെ ബക്കി ക്യാപ്റ്റൻ അമേരിക്കയുടെ 2 കഷ്ണമാക്കി കളഞ്ഞിട്ടുണ്ടാവും. ആ കഷ്ണമായിട്ടുള്ള ബോഡി ഓൾറെഡി കോൺസെപ്റ്റ് ആർട്ടിലും കാണിച്ചിട്ടുണ്ടാവും. ആ ഒരു പകുതി ബോഡി തന്നെയാണ് ഇവിടെ അപ്പിയർ ചെയ്യാൻ വേണ്ടി പോണത്. ഇതാടാ ക്യാപ്റ്റൻ അമേരിക്ക. സോംബിയായി മാറിയാൽ എന്താ, പകുതി ബോഡി ഇല്ലെങ്കിൽ എന്താ, ഐ വിൽ നെവർ ഗീവ് അപ്പടാ. പിന്നെ ഒരു ഘട്ടത്തിൽ ഒരു ഷോട്ടിൽ നമ്മുടെ സ്കാർലറ്റ് വിച്ചിന് ഒരു വലിയ ആർമി തന്നെ ഉള്ള പോലെ കാണിച്ചിട്ടുണ്ടാവും. അതായത് മൊത്തം വേൾഡ് മൊത്തം എർത്തിനെ തന്നെ കൺട്രോൾ ചെയ്യുന്ന പോലെ ഒരു സംഭവം പോലെ കാണിച്ചിട്ടുണ്ടാവും. എനിക്ക് തോന്നുന്നത് ആ ഇതിൽ കാണിച്ചിട്ടുള്ള ആ മൈൻഡ് സ്റ്റോൺ എങ്ങനെയോ നമ്മുടെ ഈ സ്കാർലറ്റ് വിച്ചിൻ്റെ കയ്യിൽ കിട്ടി, അങ്ങനെ അതും കൂടി വെച്ചിട്ടായിരിക്കണം ചിലപ്പോൾ ഇത്രയും പേരെ പുള്ളിക്കാത്തി കൺട്രോൾ ചെയ്യുന്നത് തന്നെ. അങ്ങനെ എല്ലാവരും സോംബീസായി മാറി ഹൂ വിൽ സേവ് അസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം എഴുതി കാണിക്കുമ്പോഴാണ് നമ്മുടെ ടിച്ചാല, സ്പൈഡർമാൻ, പിന്നെ നമ്മുടെ ആൻമാനെ അവിടെ കാണിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ സർവൈവ് ആയിട്ടുള്ള നമ്മുടെ ക്യാരക്ടേഴ്സ്. അതായത് ഈ ഡയലോഗിനും സീനും തമ്മിൽ എന്തെങ്കിലും സംബന്ധം ഉണ്ടോ എന്ന് അറിയില്ല. പക്ഷേ ഇവർ എഡിറ്റ് ചെയ്ത് വെച്ച് നോക്കുമ്പോൾ ഇവരായിരിക്കും അവസാനം എല്ലാവരും രക്ഷിക്കാൻ വേണ്ടി പോകുന്നത്. പിന്നെ ഇതിൽ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ സ്പൈഡർമാൻ ഒരു സീനുണ്ട്. പുള്ളിയുടെ വെബ് വെച്ചിട്ട് തന്നെ ആ മൊത്തം സോംബീസിൻ്റെ ഒക്കെ തലയൊക്കെ ഇങ്ങനെ പറച്ച് കളയുന്നത്. ആക്ച്വലി ആ സീൻ ഞാൻ ഇതിലൂടെ വെക്കുന്നില്ല, കാരണം കോപ്പിറൈറ്റ് അടിക്കും. PG-13 ആയിട്ട് കണ്ടിട്ടുള്ള സ്പൈഡർമാനെ R-rated ആയിട്ട് ഇതിലൊക്കെ കാണാൻ പറ്റുള്ളൂ. ഇരുന്ന് കണ്ടോ, പറഞ്ഞില്ലെന്ന് വേണ്ട. മൊത്തം ഓൺലൈനിൽ തന്നെ ഇപ്പോൾ ഈ ചർച്ചാ വിഷയം തന്നെ ഇതാണ്. അതായത് സ്പൈഡർമാൻ R-rated ആക്കി. സ്പൈഡർമാൻ പിള്ളേർ വരെ കാണാൻ സ്പൈഡർമാൻ R-rated ആക്കി. അതും മാർവൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇതാണ്ടാ സിനിമ. പിന്നെ ഇതിലൊരു ഷോട്ടിൽ ആ മൊത്തം ആർമി സോംബി ആർമി കത്തി ജ്വലിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുമ്പിൽ ഒരാൾ ഒരു കത്തി ഒരു വലിയ സോഡും പിടിച്ച് നിൽക്കുന്ന പോലെ കാണിച്ചിട്ടുണ്ട്. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഇങ്ങനെ സോഡ് പിടിച്ചിരിക്കുന്ന 2 പേരെ ഞാൻ കണ്ടിട്ടുള്ളൂ. ഒന്ന് ബ്ലേഡ്, അല്ലെങ്കിൽ അത് നമ്മുടെ ജോൺസ്നോടെ ആ എറ്റേണൽസിൻ്റെ പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ കാണിച്ചിട്ടുള്ള നമ്മുടെ ബ്ലാക്ക് നൈറ്റ് ആവാനും ചാൻസ് ഉണ്ട്. അതായത് എറ്റേണൽസ് പടത്തിൽ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മുടെ ജോൺസ്നോട് ആ ക്യാരക്ടർ ആ സോഡ് എടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ പെട്ടെന്നൊരു വോയിസും കേൾക്കാം, അത് ബ്ലേഡ് ആയിരിക്കുന്നതാണ് ഒരുപാട് അസംഷൻസ്. ഇതുവരെ പക്ഷേ നമ്മൾ ബ്ലേഡിനും കണ്ടിട്ടില്ല, ബ്ലാക്ക് നൈറ്റിനും കണ്ടിട്ടില്ല. പക്ഷേ എറ്റേണൽസ് ഇതുമായിട്ട് കണ്ടിന്യൂഷൻ ഉണ്ട്. കാരണം ഇക്കാര്യസിനെയൊക്കെ ഓൾറെഡി ഇതിൽ കൺഫേംഡ് ആയിട്ടുള്ള കാര്യമാണ്, ഇതിൻ്റെ ഓൾറെഡി ഉള്ള കൺസെപ്റ്റ് ആർട്ടിൽ തന്നെ. സോ അത് നമ്മുടെ ബ്ലാക്ക് നൈറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. കാരണം ബ്ലേഡ് ആവാൻ ചാൻസ് ഇല്ല, കാരണം ബ്ലേഡിനെ വേറെ തന്നെ ഒരു ഗെറ്റപ്പിലാണ് കാണിച്ചിരിക്കുന്നത്. സോ ഈ ഒരു ഗെറ്റപ്പ് വെച്ച് നോക്കുമ്പോൾ അത് ബ്ലേഡ് ആവാൻ ചാൻസ് ഇല്ല. ആക്ച്വലി ബ്ലാക്ക് നൈറ്റിന് ഒരു സോളോ പടം വരേണ്ടതായിരുന്നു, പക്ഷേ എറ്റേണൽസ് തന്നെ ഫ്ലോപ്പ് ആയതുകൊണ്ടാണ് അതിൽ വന്നൊരു ക്യാരക്ടറായിട്ടുള്ള ബ്ലാക്ക് നൈറ്റിനെ ഇപ്പോൾ ഒരു സോളോ പടം വരാതിരിക്കുന്നത്. ബ്ലേഡിനെ വന്നിട്ടില്ല, പിന്നെ ആ ബ്ലാക്ക് നൈറ്റ്. പിന്നെ ഇതിൽ കാണിച്ചിരിക്കുന്ന വേറൊരു 2 ക്യാരക്ടേഴ്സാണ്, അതായത് നമ്മുടെ ഷാങ്ചിയും കേറ്റിയും. അതായത് ആ മൊത്തം 10 റിങ്സ് 5 ആക്കിയിട്ട് 2 പേരും കയ്യിലിട്ടൊക്കെ ഫൈറ്റ് ചെയ്യുന്ന ഒരു സീനുണ്ട്. പിന്നെ നമ്മുടെ നെമോർ തന്നെ സോംബിയായി മാറിയിരിക്കുകയാണ്. അതായത് മൊത്തം കടലും അപ്പോൾ സോംബിയായി മാറി. പക്ഷേ ഈ നെമോർ വന്നിരിക്കുന്ന സ്ഥലം നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, പുള്ളിയുടെ ബാക്കിലുള്ള ആൾക്കാരൊക്കെ ഹ്യൂമൻസ് ആണ്. അതായത് സർവൈവേഴ്സിനൊക്കെ നമ്മുടെ ഹീറോസ് രക്ഷിച്ചൊരു സ്ഥലത്ത് വെച്ചിട്ടുള്ള പോലെയാണ് തോന്നുന്നത്. പക്ഷേ ഈ സ്ഥലം കണ്ടിട്ട് റാഫ്റ്റ് ആണെന്നാണ് തോന്നുന്നത്. അതായത് നിങ്ങൾ ഓൾറെഡി നമ്മുടെ സിവിൽ വാറിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അതായത് മൊത്തം ആ സൂപ്പർ ഹീറോ ആയിട്ടുള്ള എനിമീസിനെയൊക്കെ പിടിച്ചു വെക്കാൻ വേണ്ടിയിട്ട് കടലിൻ്റെ നടുക്ക് നമ്മുടെ ഷീൽഡ് ഒരു റാഫ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. ആ ഒരു സ്ഥലത്തായിരിക്കണം ആർക്കും എത്തിപ്പെടാത്തൊരു സ്ഥലത്ത് ഈ സർവൈവേഴ്സിനൊക്കെ സോംബീസിന് എത്തിപ്പെടാത്തൊരു സ്ഥലത്ത് സർവൈവേഴ്സിനൊക്കെ ബാക്കിയുള്ള ഹീറോസ് രക്ഷപ്പെടുത്തി പാർപ്പിച്ചിട്ടുണ്ടാവുന്നുണ്ട്. അങ്ങനെ അവിടേക്ക് കൂളായിട്ട് വരാൻ പറ്റുന്ന ആരാണ്? നെമോർ. കാരണം പുള്ളിക്ക് വെള്ളത്തിൽ കൂടെ സിമ്പിളായിട്ട് വരാമല്ലോ. കാരണം അങ്ങനെ തന്നെ ആവാനാണ് ചാൻസ്. കാരണം അവിടെ തന്നെ നമ്മുടെ ബാക്കിയുള്ള ഹീറോസ് ഉണ്ട്. അതായത് നമ്മുടെ മിസ് മാർവലുണ്ട്, നമ്മുടെ റെഡ് ഗാർഡിയൻ ഉണ്ട്, അങ്ങനെ ബാക്കിയുള്ള നമ്മുടെ ഷാങ്ചീനെ പോലുള്ള കുറച്ച് ഹീറോസ് ഉണ്ട്. സോ അങ്ങനെ ഒരു റാഫ്റ്റിൽ സർവൈവേഴ്സിനെ കൊണ്ട് സേവ് ചെയ്തിരിക്കുന്ന ആയിരിക്കണം അത്. സോ അവിടെയാണ് നമ്മുടെ മച്ചാൻ ബ്ലേഡിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഫൈനലി ബ്ലേഡിനെ മാർവലിൽ കാണിച്ചിരിക്കുകയാണ്. ഇത് സാധാ ബ്ലേഡ് അല്ല, നോർമലായിട്ടുള്ള മൂൺ നൈറ്റ് നമ്മുടെ മാർക്ക് സ്പെക്ടറിനാണ് പുള്ളിയുടെ അവതാറാക്കി മാറ്റുന്നത്. പക്ഷേ ഈ യൂണിവേഴ്സിൽ നമ്മുടെ ബ്ലേഡ് കോൺഷൂടെ അവതാറായി മാറിയിട്ടുള്ള ഒരു മൂൺ നൈറ്റ് ബ്ലേഡിനെയാണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. അതായത് ഒരു വാമ്പയർ ഹണ്ടർ ആയിട്ടുള്ള ബ്ലേഡേ സൂപ്പർ ഓവർപവർഡാണ്. പുള്ളിക്ക് കോൺഷൂടെ പവറും കൂടി കിട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും പുള്ളിയുടെ ഒരു പവറും പുള്ളിയുടെ ഒരു ലെവലും എന്താണെന്ന് ഈ ട്രെയിലറിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മുടെ ഗോസ്റ്റിനൊക്കെ ഇങ്ങനെ പപ്പടം പോലെയാണ് വെട്ടി എറിയുന്നത്. അതായത് ഈ മൊത്തം ട്രെയിലർ ഇറങ്ങിയ പിന്നെ തന്നെ ഓൺലൈനിൽ ഇപ്പോൾ 2 ക്യാരക്ടറിനെ കുറിച്ചാണ് ചർച്ച നടക്കുന്നത്. അതായത് നമ്മുടെ ബ്ലേഡും പിന്നെ സ്പൈഡർമാൻ ഓഫ് കോഴ്സ് R-rated ആക്കി. പിന്നെ ഈ ബ്ലേഡിൻ്റെ ഈ ഫൈറ്റ് സീക്വൻസും കണ്ടില്ലടാ മാർവലെ, ബ്ലേഡിന് വേണ്ടി എത്ര പേരാ വെയിറ്റ് ചെയ്യുന്നതെന്ന്. ഇനിയെങ്കിലും ആ പടം ഒന്ന് ഇറക്കടേ. പിന്നെ ഈ ട്രെയിലറിൽ കാണിച്ചിരിക്കാത്ത 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. അത് ഒന്ന് നമ്മുടെ ഹൾക്ക്. അതായത് ഹൾക്കും വാണ്ടി നമ്മൾ ആ ഫൈറ്റ് കാണിച്ചിട്ടുണ്ടെങ്കിലും ബുള്ളറ്റിനെ കൊണ്ട് പോലും നമ്മുടെ ഹൾക്കിൻ്റെ സ്കിന്നൊന്നും പെനിട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അങ്ങനെയുള്ള ഹൾക്കിനെ എങ്ങനെ ഒരു പല്ലുകൊണ്ടൊക്കെ കടിച്ചിട്ട് സോംബിയാക്കി മാറ്റാൻ പറ്റും? ഒരു പക്ഷേ സ്കാർലറ്റ് വിച്ചിൻ്റെ അടുത്ത് നമ്മുടെ ഹൾക്ക് തോറ്റിട്ടുണ്ടെങ്കിൽ മൈൻഡ് സ്റ്റോണൊക്കെ നമ്മുടെ വാണ്ടയുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിലോ, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ വാണ്ട തന്നെ ഡയറക്റ്റ്ലി ഹൾക്കിനെ മൈൻഡ് കൺട്രോൾ ചെയ്തിട്ട് പുള്ളിക്കാരത്തിൻ്റെ ആർമിയിൽ വരെ മെമ്പറാക്കി മാറ്റിയിട്ടുണ്ടാവാം.
പിന്നെ അതേപോലെ തന്നെ സ്കാർലറ്റ് വിച്ച് നമ്മുടെ വിൻ്റർ സോൾജറിനെ തൂക്കിയടിച്ചിട്ടുണ്ടാവും. അങ്ങനെ തൂക്കിയടിച്ച ആൾ തെറിച്ച് പോണ പോലെ കാണിച്ചിട്ടുള്ളൂ. പുള്ളി എവിടെ പോയെന്നോ പൊട്ടിച്ചെതറിയുന്നോ അല്ലെങ്കിൽ സോംബിയായി മാറിയെന്നോ ഒന്നും കാണിച്ചിട്ടുണ്ടാവില്ല. ചിലപ്പോൾ ആ 2 പേർക്ക് എന്താ പറ്റിയെന്ന് ഈ സീരീസിൽ ചിലപ്പോൾ പറയായിരിക്കും. പിന്നെ ഓഫ് കോഴ്സ് ഇതിൽ എടുത്തു പറയേണ്ടത് നമ്മുടെ ടിച്ചാലയുടെ ക്യാരക്ടറാണ്. അതായത് ടിച്ചാലയുടെ ക്യാരക്ടർ ഒരു കാലില്ലാതെ ആയിരിക്കും ഇതിൽ അപ്പിയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. കാരണം ആ വാട്ട് ഇഫ് എപ്പിസോഡിൽ തന്നെ നമ്മുടെ ടിച്ചാലയുടെ ഒക്കെ കാലൊക്കെ മുറിച്ചിട്ട് നമ്മുടെ വാണ്ടയ്ക്ക് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും വിഷൻ. മാത്രമല്ല വാട്ട് ഇഫ് എപ്പിസോഡ് 1 ഇറങ്ങുന്ന ടൈമിൽ ഈ ടിച്ചാലയ്ക്ക് വേണ്ടിയിട്ട് ബ്ലാക്ക് പാന്തറിന് വേണ്ടി വോയിസ് കൊടുത്തിട്ടുള്ളത് ചാദ്വിക് ബോസ്മാൻ തന്നെയാണ്. പക്ഷേ ഇപ്പോൾ പുള്ളി ജീവനോടെ ഇല്ല, റെസ്റ്റ് ഇൻ പീസ്. അങ്ങനെ പുള്ളിയുടെ വോയിസും ഇതിൽ ചിലപ്പോൾ മിമിക് ചെയ്യുന്നതായിരിക്കും. അതായത് ഈ ഒരു സീരീസ് വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ എക്സൈറ്റഡ് ആയിരുന്നു. അതായത് മാർവലിൽ നമ്മുടെ ഹീറോസിനൊക്കെ കാണാത്തൊരു രീതിയിൽ കാണാമെന്ന് വിചാരിച്ചപ്പോൾ തന്നെ. പക്ഷേ ഈ ട്രെയിലറിൽ കണ്ടപ്പോൾ അതിലുള്ള ക്യാരക്ടേഴ്സ് ചെയ്യുന്ന കാര്യങ്ങളും കണ്ടപ്പോൾ ഹൈപ്പ് എവിടെയോ എത്തി. ഞാൻ അഥവാ കഷ്ടപ്പെട്ട് നിങ്ങൾ സീരീസ് കാണണമെന്നൊന്നുമില്ല, ഞാൻ ഷോർട്സ് ആക്കിയിട്ട് തന്നെ അത് അപ്ലോഡ് ചെയ്തോളാം, പേടിക്കണ്ട. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.